രൂപ കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ വിജിലൻസ് പിടികൂടി. വൈക്കം അസിസ്റ്റന്റ് ലേബർ ഓഫീസറും തൊടുപുഴ സ്വദേശിയുമായ ബിനീഷ് കുമാർ ടിജിയാണ് പിടിയിലായത്. പ്രോജക്ട് സീറോയുടെ ഭാഗമായി നടത്തിയ ട്രാപ്പ് ഓപ്പറേഷനിലാണ് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ കുടുങ്ങിയത്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയായ പരാതിക്കാരന്റെ ഉടമസ്ഥതയിൽ തലയോലപ്പറമ്പ് വടയാറിൽ പ്രവർത്തിച്ചു വരുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്നും പിരിഞ്ഞുപോയ 3 ജീവനക്കാർ കമ്പനി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞ് വൈക്കം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ നൽകിയ പരാതിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വൈക്കം അസിസ്റ്റന്റ് ലേബർ ഓഫീസറായ ബിനീഷ് കുമാർ ടിജി പരാതിക്കാരന്റെ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ചില അപാകതകൾ കാണിച്ച പരാതിക്കാരനെ നോട്ടീസ് നൽകുകയും ചെയ്തു. പിന്നീട് ബിനീഷ് കുമാർ പരാതിക്കാരനെ ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും നിരന്തരം ബന്ധപ്പെട്ട് ഫയൽ തീർപ്പാക്കണമെങ്കിൽ ആവശ്യപ്പെടുന്ന പണം നൽകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. വ്യാഴാഴ്ച ബിനീഷ് കുമാർ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് 2000 രൂപ ആവശ്യമുണ്ടെന്നും അത് ഗൂഗിൾ പേ വഴി അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു. ബിനീഷ് കുമാറിന്റെ ഭാര്യയുടെ ഗൂഗിൾ പേ നമ്പർ പരാതിക്കാരന് വാട്സാപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പരാതിക്കാരൻ 2000 രൂപ ബിനീഷ് കുമാറിന്റെ ഭാര്യയുടെ ഗൂഗിൾ പേ നമ്പറിൽ അയച്ചു കൊടുത്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ബിനീഷ് കുമാറിന് അയച്ചു കൊടുത്തു. വെള്ളിയാഴ്ച രാവിലെ ബിനീഷ് കുമാർ പരാതിക്കാരനെ വീണ്ടും ഫോണിൽ വിളിച്ച് 3000 രൂപ കൂടി ഗൂഗിൾ പേ വഴി അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കൈക്കൂലി നൽകാൻ താല്പര്യമില്ലായിരുന്ന പരാതിക്കാരൻ ഈ വിവരം കോട്ടയം കിഴക്കൻ മേഖല വിജിലൻസ് പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ മേഖല വിജിലൻസ് ഓഫീസിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി.വി. മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വൈകിട്ട് വടയാറിലെ വാടക വീട്ടിൽ വെച്ച പരാതിക്കാരിൽ നിന്നും 3000 രൂപ ഭാര്യയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങവേ ബിനീഷ് കുമാറിനെ ഡിവൈഎസ്പി പി.വി. മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. ഇൻസ്പെക്ടർ മന്നു വി നായർ, എ.എസ്.ഐമാരായ അരുൺ ചന്ദ്, രാജേഷ് കുമാർ, രജീഷ്, അനൂപ് കെ.എ, പ്രദീപ്, ജോഷി, ഇഗ്നേഷ്യസ്, സെബാസ്റ്റ്യൻ, ജാൻസി എന്നിവർ വിജിലൻസ് നടപടികളിൽ പങ്കെടുത്തു.